അതിപ്പോൾ പരിശോധന നടത്തുന്നല്ലേ ഉള്ളൂ. അത് ഞങ്ങളുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും LDFിൻ്റെ സംസ്ഥാന കമ്മിറ്റിയും പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ചാൽ പറയാൻ കഴിയുള്ളൂ. LDF എന്ന് പറയുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളടങ്ങുന്ന കമ്മിറ്റിയല്ലേ. CPI ഉണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്, അങ്ങനെ വിവിധ പാർട്ടിയുണ്ട്. അതെല്ലാം കൂടെ അഭിപ്രായ രൂപീകരണം നടത്തി എന്ത് സംഭവിച്ചു എന്ന് പരിശോധിക്കും. ഏതായാലും ഞങ്ങൾ തോറ്റു എന്നുള്ളത് ശരി തന്നെ. അതിപ്പം ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വോട്ട് കുറഞ്ഞു പോയി, ഞങ്ങൾ തോറ്റു. ഞങ്ങൾക്ക് ഒരു ശക്തമായി തിരിച്ചടി തന്നെയാണ് വന്നെന്നാണ് ഞാൻ കാണുന്നത്. അങ്ങനെ അതിനെ പരിശോധിക്കണം, അത് കണ്ടെത്തണം. അതിപ്പോൾ എന്നെ കണ്ടെത്തണം എന്താ കാര്യമൊന്നു. അത് നമ്മളിവിടെ മാത്രം പരിശോധിച്ചാൽ നടക്കുന്ന കാര്യമല്ല കണ്ടെത്തൽ സംസ്ഥാന തലത്തിലും അഖിലേന്ത്യാ നേതൃത്വം, ഞങ്ങളുടെ അഖിലേന്ത്യാ നേതൃത്വമുള്ള പാർട്ടിയല്ലേ, അവരുടെ സഹായത്തോടു കൂടി പരിശോധിച്ച് തിരുത്തൽ നടപടികൾ വേണ്ടത് തിരുത്തൽ നടപടികൾ വരുത്തി ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകും. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല. ഞങ്ങളുടെ നിരവധി പ്രവർത്തനങ്ങളിൽ ഒരെണ്ണമാണ് തെരഞ്ഞെടുപ്പ്. ഞങ്ങൾക്കല്ലാതെ വർഗസമരം, ബഹുജന സമരം, കർഷക സംഘം, DYFI, യുവജന സംഘടന, അല്ലെങ്കിൽ പിന്നെ CA2, വിവിധ സംഘടനകളുണ്ട്. അതിൻ്റെ സമരങ്ങൾ, പ്രക്ഷോഭണം, അവകാശ സമരങ്ങൾ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന പ്രക്ഷോഭണ സമരങ്ങൾ, ഇതെല്ലാമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അങ്ങനെ അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരമാണോ എന്നൊന്നും നമുക്ക് വിലയിരുത്തിയിട്ടില്ല ഇതുവരെ. വിലയിരുത്താതെ ഞാനിപ്പോൾ കയറി പറയുന്നത് ശരിയല്ല. മത്സരിച്ചിരുന്നെങ്കിൽ ഉടുമ്പൻചോലയിൽ ഇത്രയും വലിയൊരു പരാജയം ഉണ്ടാകില്ലായിരുന്നു എന്നാണ് പൊതുവെ ജനങ്ങൾ പറയുന്നത്. മാത്രമല്ല, സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പാളിച്ച ഉണ്ടായതാണോ ഇത്രയും വലിയ പരാജയം? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ 38,305 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഞാൻ അവിടെ ജയിച്ചതാണ്. അവിടെ ജയിച്ച സ്ഥാനാർത്ഥി ഒന്ന് മാറിയൊന്നും പറഞ്ഞ് എന്തിനാ അങ്ങനെ തോക്കുന്നത്? അപ്പം അതിന് രാഷ്ട്രീയ കാര്യങ്ങളുണ്ട്. സംസ്ഥാന തലത്തിൽ വന്ന തിരിച്ചടിയാണ് ഇടുക്കി ജില്ലയിലുണ്ടായത്. അല്ലാതെ ഉടുമ്പൻചോല പ്രത്യേകം ഒന്നും ഉണ്ടായതാണെന്ന് ഞാൻ കരുതുന്നില്ല. മാറ്റി ചിന്തിക്കാൻ കാരണം ഒന്നെങ്കിൽ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു, അല്ലെങ്കിൽ ജനങ്ങൾ ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കണം. ജനങ്ങൾക്ക് അങ്ങനെ വിശ്വാസമായില്ല എന്നൊന്നും അഭിപ്രായമൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളല്ലാതെ വേറെ ആരാ അപ്പോൾ ഉള്ളത്? ഞങ്ങൾ ഈ കേരള സംസ്ഥാനത്ത് ഞങ്ങളല്ലാതെ പിന്നെ ആരാ ഉള്ളത്? ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാം. ഉമ്മൻചാണ്ടിയാണോ? ആരുടെ മകനാണോ? ആരാ പിന്നെ? കാലങ്ങളായി, പതിറ്റാണ്ട്, 50 വർഷം 60 വർഷമായി ഞങ്ങളല്ലാതെ ആരാ കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത്, പൊരുതിയിരിക്കുന്നത്? ആയിരക്കണക്കിന് ആളുകൾ ജീവൻ ധരിച്ച് പൊരുതിയിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റതിനെ അടിസ്ഥാനപ്പെടുത്തുന്നത് ഞങ്ങളെ വിലയിരുത്തണ്ട. അത് അതൊക്കെ ഞങ്ങൾ വെറും പുല്ല് പോലെ കണക്കാക്കി ഞങ്ങൾ മുണ്ടും മടക്കി കുത്തി ഇനി ഇറങ്ങി പ്രവർത്തനം സംഘടിപ്പിക്കും. ഇതിനെല്ലാം ഞങ്ങൾ നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചയൊക്കെ നടന്നിരുന്നു. അത് വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ അത് അവരുടെ ഒരു പാർട്ടിയുടെ ഏർപ്പാടാണ്. അവർക്ക് വോട്ട് ചെയ്ത ആളുകൾ വിഡ്ഢികളാ. കാരണം എന്നാ, തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ട് പെട്ടിക്കകത്താകുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ചർച്ച തുടങ്ങിയ ഒരു പാർട്ടിയെപ്പറ്റി എന്നാ പറയാനാ? ഇനി അവന്മാരുണ്ടാക്കാൻ പോകുന്നതാ? എനിക്ക് കരുതില്ല. നാറാൻ പോവുക നാട് മുഴുവൻ. ഇനിയിപ്പോൾ അടിയായില്ല. ആരാകണം? സതീശനാകണോ? പിന്നെ ഇനി അഥവാ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കാൻ വേണ്ടിയുണ്ട്. വേണുഗോപാലനാണ് കവിയുടെ മൂർത്തി നിൽക്കുക ഇങ്ങനെ. എന്ത് ഭരണവിരുദ്ധ വികാരം? ഇല്ലെന്നേ. 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തില്ലേ? ആനുകൂല്യം കൊടുത്തില്ലേ? സ്ത്രീകൾക്ക് സഹായം നൽകിയില്ലേ? മലയോര പ്രദേശത്തെ കൃഷിക്കാർക്ക് പട്ടയം കൊടുത്തില്ലേ? അറിയാവോ? ആയിരക്കണക്കിന് കോടിയുടെ നിർമ്മാണ പ്രവർത്തനം ഈ ജില്ലയിൽ മാത്രം നടന്നിട്ടുണ്ട്. എൻ്റെ മണ്ഡലത്തിൽ പോലും ഉണ്ടല്ലോ ആയിരക്കണക്കിന് കോടിയുടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ വോട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ രാഷ്ട്രീയമായ കാരണമോ സംഘടനാപരമായ കാരണമോ പ്രത്യയശാസ്ത്രപരമായ കാരണമോ ഒക്കെ ഉണ്ടോയെന്ന് ഞങ്ങൾ പാർട്ടി പരിശോധിക്കുന്ന പാർട്ടിയാണ്. പരിശോധിച്ചാൽ പറയാൻ പറ്റൂ. MM മണിയുടെ വിലയിൽ ഇപ്പോൾ അത് സംബന്ധിച്ചൊരു ഞാനങ്ങനെ പറയുന്നത് ശരിയുമല്ല. അങ്ങനെ പറയുന്ന സമ്പ്രദായം ഞങ്ങൾക്കില്ല. തോറ്റു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചു. ഓക്കെ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.